ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ടി.ജി. മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് അല്പസമയത്തിനകം ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കും. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, വലിയ അർത്ഥത്തിലുള്ള പ്രതിഷേധമാണ്. ഒരു ക്രൂരനായ ഒരാളെപ്പോലെ പറഞ്ഞ ടി.ജി. മോഹൻദാസ്, അതായത് ദില്ലി സമരത്തിന് നേർക്ക് വെടിയുതിർക്കണം, കുറച്ചുപേർ മരിച്ചാലും കൊല്ലപ്പെട്ടാലും സാരമില്ല എന്ന് പറഞ്ഞ ടി.ജി. മോഹൻദാസ്, ആ ടി.ജി. മോഹൻദാസിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഇന്നലെ ബി.ജെ.പിയുടെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ബി.ജെ.പി വി മുരളീധരൻ എം.എൽ.എ നിലപാടെടുക്കുകയും ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ കാര്യവാഹകല്ല അദ്ദേഹം എന്ന് പറഞ്ഞെങ്കിലും തികച്ചും കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം സംഘപരിവാർ അനുകൂലിയാണ്. ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിൽ വിദഗ്ധനാണ് ഈ ടി.ജി. മോഹൻദാസ്. ആ ടി.ജി. മോഹൻദാസിനെതിരെ മതനിരപേക്ഷ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ആ വിദ്യാർത്ഥികളെ ഏത് സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് വന്നത്? 22 പേർ ആത്മഹത്യ ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട്, അതിനെതിരെയാണ് ദില്ലിയിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. അവരെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ടി.ജി. മോഹൻദാസിന്റെ ജനാധിപത്യ ബോധം, RSSകാരനാണ്, സംഘപരിവാറിനുകാരനില്ലാത്തത് ആ ജനാധിപത്യ ബോധമാണ്. ഏതായാലും ടി.ജി. മോഹൻദാസിനെതിരെ വലിയ പ്രതിഷേധം കനക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുകയും ചെയ്യുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ. തിയോഫിൻ, എന്താണ് മാർച്ച്, എപ്പോഴാണ് തുടങ്ങുക, മറ്റു കാര്യങ്ങൾ എന്താണ്? സിജു, 11 മണിയോടുകൂടി ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മാർച്ച് ആരംഭിക്കും. ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്കറിയുന്നത്. കൂവപ്പാടത്തു നിന്നും ആരംഭിക്കുന്ന മാർച്ച് ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലേക്കാണ്. ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ തൊട്ട് മുന്നിലുള്ള വഴി ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. പോലീസ് ബന്ദോബസ്തുണ്ട്. നിരവധി പോലീസുകാർ ഇവിടെ എത്തിയിട്ടുമുണ്ട്. കാരണം പ്രതിഷേധങ്ങൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിൻ്റെ ഒരു കരുതൽ. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ടി.ജി. മോഹൻദാസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അമൃതാനന്ദമയി മഠം ലൈൻ എന്ന റോഡാണിത്. മട്ടാഞ്ചേരിയിൽ ചെറളായിലുള്ള ഭാഗമാണ്. ചെറളായി ശാന്തിനഗറിനുള്ളിലാണ് ഈ അമൃതാനന്ദമയി മഠം ലൈൻ. ഇതിനുള്ളിലാണ് ടി.ജി. മോഹൻദാസിൻ്റെ വീട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ RSS നിഷേധിച്ചെങ്കിൽ കൂടി ഔദ്യോഗിക വക്താവുമല്ല ടി.ജി. മോഹൻദാസ്. പക്ഷേ അദ്ദേഹം എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങൾ തന്നെയാണ്. സംഘപരിവാറിന് വേണ്ടി തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ സംഘപരിവാർ RSS നേതാക്കളൊന്നും പരസ്യമായി പറയാത്ത പല കാര്യങ്ങളും ടി.ജി. മോഹൻദാസ് തൻ്റെ പ്രസ്താവനയായി പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാവുമെന്നുകൊണ്ടാണ് ഈ RSS BJPയും അത് നിഷേധിച്ചത്. സംഘപരിവാറിൻ്റെ ഔദ്യോഗിക വക്താവല്ല എന്ന് പറയുന്നത്. പക്ഷേ RSSൻ്റെ വക്താവായി അദ്ദേഹത്തെ നിയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി എപ്പോഴും RSSൻ്റെ ശബ്ദമായി RSSൻ്റെ ആശയങ്ങളുടെ പ്രചാരകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ടി.ജി. മോഹൻദാസ്. നമുക്കറിയാതെ മുൻകാലങ്ങളിലും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളൊക്കെ ടി.ജി. മോഹൻദാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ കേസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം ഈ പരാമർശത്തിൽ, അതായത് ദില്ലിയിൽ 21ഓളം വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി ഈ പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ മൂലം. അങ്ങനെ കേന്ദ്ര സർക്കാരിനുണ്ടായ വീഴ്ച, അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയത്. ആ പ്രതിഷേധം നടത്തിയ, അതായത് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 20ലധികം വിദ്യാർത്ഥികളെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായിട്ട് ഭാവി ചോദ്യചിഹ്നമാകുന്ന സാഹചര്യത്തിൽ ആ പരീക്ഷയുടെ നടത്തിപ്പിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് വീഴ്ച സംഭവിച്ചത്. കാരണം ഒരു വകുപ്പിന് കീഴിൽ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു പരീക്ഷ നടത്തിപ്പിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. അങ്ങനെ വീഴ്ചയുണ്ടായെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആ വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഒരുക്കിയത്. അതിൽ രാജ്യവ്യാപകമായി അതിന് പിന്തുണയും ലഭിച്ചു. ആ സമരം വിജയിച്ച് മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി ടി.ജി. മോഹൻദാസ് എത്തുന്നത്. ഈ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, ആ സാഹചര്യത്തിൽ തനിക്ക് അതിനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ താനത് ചെയ്യുമായിരുന്നു എന്ന പരാമർശമാണ് ടി.ജി. മോഹൻദാസിൻ്റെ ഭാഗത്തുണ്ടായത്. എന്നാൽ ഇതിനെതിരെ SFI പരാതി നൽകിയിരുന്നു. അതിൽ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുക്കാവുന്നത് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു SFIയുടെ പരാതി. ആ പരാതിയിൽ നിലവിൽ ഇതുവരെയും കേസെടുത്തതായി നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. അതിലാണ് പ്രതിഷേധം. ഇപ്പോൾ ഇയാൾക്കെതിരെ, അതായത് ടി.ജി. മോഹൻദാസ് നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധം രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും അതിനെതിരെ വലിയ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ടി.ജി. മോഹൻദാസിനെതിരെ ഇപ്പോഴും കേസ്. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് ടി.ജി. മോഹൻദാസിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് അവിടെ ടി.ജി. മോഹൻദാസിന്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് നടക്കും. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ദില്ലി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കണമായിരുന്നു, കുറച്ചുപേർ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്ന വിദ്വേഷ പ്രസ്താവനയാണ് ടി.ജി. മോഹൻദാസ് നടത്തിയത്.